related areas. It is a very interesting field and very booming field. And then I will talk about a little bit applications and some of the current opportunities in this area. So, ഞാൻ ആദ്യം എൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് പറയാം. കാര്യം സ്റ്റുഡൻസ് ഒത്തിരി ഉണ്ടായതുകൊണ്ട് അവർക്കൊരു ഐഡിയ കിട്ടുമായിരിക്കും ഞാൻ എങ്ങനെയാണ് എൻ്റെ റിസർച്ചും ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്റ്റഡീസും. ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് BSc ഫിസിക്സ് ചെയ്തത് കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജിലായിരുന്നു. അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ഫിസിക്സ് ആണ് ചെയ്തത്. അത് TKM കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കൊല്ലം. അതിനുശേഷം ഞാൻ BEd ചെയ്തിരുന്നു, ബാച്ചലർ ഓഫ് എഡ്യൂക്കേഷൻ. അത് പത്തനാപുരത്ത് തന്നെയായിരുന്നു, മൗണ്ട് താബോർ ട്രെയിനിങ് കോളേജിലായിരുന്നു ഞാൻ ചെയ്തത്. 2006-2007 ആ സമയമായിരുന്നു. അതിനുശേഷം ഞാൻ മാസ്റ്റേഴ്സ് ടെക്നോളജി ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ കാര്യവട്ടം ക്യാമ്പസിലാണ് ചെയ്തത്. യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ കാര്യവട്ടം ക്യാമ്പസിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒപ്റ്റോ ഇലക്ട്രോണിക്സിലാണ് ചെയ്തത്. 2008-2010 അത് കഴിഞ്ഞ് ഞാൻ കുറച്ചൊരു ഓൾമോസ്റ്റ് 1 year ഐ വർക്ക്ഡ് ഇൻ ഇസ്രോ നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ. അതിനുശേഷം ഞാൻ 2012 എൻ്റെ PhD ജോയിൻ ചെയ്യുന്നത്. PhD ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയാമായിരിക്കും, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഏഷ്യയിലെ തന്നെ ഒരു സ്പേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് ISROയുടെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അത് നമ്മുടെ തിരുവനന്തപുരമാണുള്ളത്. വലിയമല ആണ്, നെടുമങ്ങാട് വലിയമലയാണ്. അവിടെയാണ് ഞാൻ എൻ്റെ PhD ചെയ്തത്. PhD 2012-2016 ആയിരുന്നു. സോ ഇതാണ് എൻ്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്. ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മളെ സ്റ്റുഡൻസിന് വേണ്ടി ഒരു അവയർനെസ് ആണ്, എങ്ങനെ നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രസ് ആയെന്നൊരു ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. യൂഷ്വലി ഈ കാര്യങ്ങൾ നമ്മൾ ടോക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാറില്ല, പക്ഷെ സ്റ്റുഡൻസിൻ്റെ ഒരു കേസിന് വേണ്ടിയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. എൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ഞാൻ എൻ്റെ റൈറ്റ് സൈഡിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജൂനിയർ റിസർച്ച് ഫെലോ ആയിട്ട് ISROയിൽ വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് IISTയിൽ റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. 2019 എനിക്ക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഓവർസീസ് പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് കിട്ടി. അത് ഒരു പ്രസ്റ്റീജിയസ് ഫെലോഷിപ്പാണ്, പോസ്റ്റ് ഡോക്ക് ചെയ്യാൻ വേണ്ടി ജപ്പാനിൽ, റിസർച്ച് ക്യാരിഡ് ഔട്ട് ഇൻ ജപ്പാൻ. അതിനുശേഷം ഞാൻ 2019 I shifted to China. Here I got a good opportunity to work as a foreign expert faculty. So 2019 onwards I am working here. So very recently I promoted as the associate professor. So I think I may go a little fast on these things. So first I will introduce the China. I think നമ്മുടെ നാട്ടിലെല്ലാവർക്കും ചൈന എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയൊരു പേടിപ്പെടുത്തുന്ന കുറെ കൺസെപ്റ്റുകളാണുള്ളത്. ചൈനയിൽ എങ്ങനെ, കാരണം ചൈനയെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് ചൈനയിൽ എങ്ങനെ റിസർച്ച് അല്ലെങ്കിൽ അവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇതിനെ കുറിച്ചൊന്നും കൂടുതൽ ഐഡിയ ആൾക്കാർക്കില്ല. പക്ഷെ ചൈന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് വളരെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. വളരെ പെട്ടെന്ന് പ്രോഗ്രസ് വന്നിരിക്കുന്ന ഒരു കൺട്രിയാണ്. സോ ഇതാണ് ചൈനയുടെ ഒരു മാപ്പാണ് ലെഫ്റ്റ് സൈഡ് കൊടുത്തിരിക്കുന്നത്. ഈ ഏരിയയിലാണ് നമ്മുടെ ഇന്ത്യ വരുന്നത്. ടിബറ്റ് ഏരിയയാണ് ഇവിടെ. അതിന് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഈ പ്രൊവിൻസ് ആണ്, ഫുജിയാൻ പ്രൊവിൻസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അത് ചൈനയുടെ സൗത്ത് ഈസ്റ്റ് പോർഷൻ ആണ്. സോ ഇവിടുന്ന് തന്നെ ഷ്യാമൻ എന്ന് പറയും. ഷ്യാമൻ എന്ന് പറയുന്ന ഏരിയ ആണ് നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റി ഉള്ളത്. ഇവിടെ ഈ ഭാഗമാണ് വരുന്നത് യൂണിവേഴ്സിറ്റി. സോ ഞാൻ വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി നെയിം ഈസ് ഹാച്ചാവോ. നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഹോക്യാവോ എന്ന് വായിക്കുമെങ്കിൽ ഹാച്ചാവോ എന്നാണ് യൂണിവേഴ്സിറ്റിയെ സ്പെൽ ചെയ്യുന്നത്. ഹാച്ചാവോ യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിക്ക് 2 ക്യാമ്പസ് ആണുള്ളത്. ഒരു ക്യാമ്പസ് ഷ്യാമനും ഒരു ക്യാമ്പസ് ക്യാൻഷോയും. ക്യാമ്പസുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾമോസ്റ്റ് ഓരോ ക്യാമ്പസിലും ഡിഫറെന്റ് കോളേജസ് ആണ്. ഒരു ക്യാമ്പസിൽ തന്നെ ഓൾമോസ്റ്റ് 15 to 20 കോളേജസ് ഉണ്ട്. അതിനകത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജാണ് കോളേജ് ഓഫ് ഇൻഫർമേഷൻ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അതിനകത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്സിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഒത്തിരി ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ വളരെ വലിയ റിസർച്ച് ഡൊമൈൻ ഉണ്ട്. ഇവിടുത്തെ പബ്ലിക് സെക്ടർ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ചൈനയിലെ ഹാച്ചാവോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. വൺ ഓഫ് ദി പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ചൈന. So I will just go ahead with our research lab. So I will give a little bit introductions about my research domain and our group research domain. So I know most of the people in here are in the mathematical background, but I think all people learned their physics as sub or in 10th, 11th and 12th. Everyone learned about the physics, and you people all aware about the physics things. So science is very interesting subject. So we are working with the optical imaging and metrology, very interesting and fascinating area of imaging technology. So our lab is working on optical imaging and metrology.
So we are focusing mainly on the fundamental and applied research domains. So we use most experimental and computational cases. So this computational part involves a lot of things in the mathematical modeling thing. So I thought that I can introduce some mathematical modeling concept to you people to get an idea. So the main area, maybe you people not how much idea about these titles. We are working in laser speckles, light transport in disordered media, polarization, singular optics, structured light, but it's a different domains of optical imaging. So our group have a lot of high impact publications related to optica. It have a good impact factor near to 12.5, and we have work purpose in Journal of Biophotonics, and our group is a very active group in this research domain. So the right side which I shown here, this is the area which we are working. I think all people heard about the interferometry, holography, this kind of things. So the left part you can see interferometry, holography, these areas, polarimetry. So maybe you people heard this. So just I want to give some glimpses about what are the areas we are working, not for any other detailing. Not I am going to describe these things in more detail. So just want to show you people what are the areas our group is working. So here I given some interesting videos and images from our labs. So our lab now, my research domain is mainly focusing on the biomedical imaging and characterization. So if people all know, this is a very booming area in the entire imaging areas, because every time medical imaging is always how its own impact in everywhere. So we are working on quantitative phase imaging. So we are trying to develop new microscopy based techniques, the techniques for medical imaging. സോ ഇവിടെ ഞാൻ കുറച്ച് ഇമേജസ് വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് RBC ആണ്. ഈ കാണുന്നത് RBC ആണ്. RBC റെഡ് ബ്ലഡ് സെൽസ്. അത് നമ്മൾ ഉണ്ടാക്കിയ മൈക്രോസ്കോപ്പ് വെച്ച് ഇമേജ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറെ ടിഷ്യൂസിന്റെ ഇമേജിങ്. സോ ഈ റിയൽ ടൈം ആയിട്ട് നമ്മൾ ഇതിനെ ഇമേജ് ചെയ്യും, അതിന്റെ ക്യാരക്ടറൈസേഷൻസ് ചെയ്യും. സോ ഞാൻ ഈ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്തത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനാണ്, എന്ത് വർക്കുകളാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അതിന്റെ റെസൊല്യൂഷൻ എങ്ങനെ ഇംപ്രൂവ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള വർക്കുകളാണ് നമ്മൾ ലാബിൽ ചെയ്യുന്നത്. നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കൽ ലൈക്ക് ക്യാൻസറസ് ടിഷ്യൂസ്, അങ്ങനെയുള്ള ടിഷ്യൂസിനെ എല്ലാം ക്യാരക്ടറൈസ് ചെയ്യുക, അതിനകത്ത് കൂടുതൽ പാരാമീറ്റേഴ്സ് കിട്ടാൻ പഠിക്കുക, അങ്ങനെ ഡിസീസസിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസീസിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ഈ ഐഡിയ ആണ് നമ്മൾ ഫൈനൽ ടാർഗറ്റിലേക്ക് പോകുന്നത്. So these are some images, and also we are working on another domain of quantitative polarization imaging. So നിങ്ങൾക്കെല്ലാം അറിയാം, പോളറൈസേഷൻ ഈസ് വൺ ഓഫ് ദി നമുക്കറിയാം. നമ്മൾ വെയിലൊക്കെ വരുമ്പം പോളറോയിഡ് ഗ്ലാസസ് വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഗ്ലാസസ് ഒക്കെ വെക്കാറുണ്ട്. സോ ഫിൽറ്ററിങ് ഓഫ് സം പോളറൈസേഷൻ കമ്പോണൻസ് ഓഫ് ലൈറ്റ്, അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ അതിന് അതേപോലെ തന്നെ നമ്മളൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുവാണ്. പോളറൈസേഷൻ എന്ന് പറയുന്ന ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡവും കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ആംപ്ലിറ്റ്യൂഡ്, ഫേസ് ആൻഡ് അതർ പോളറൈസേഷൻ, ഈ പാരാമീറ്ററിനെ എങ്ങനെ നമുക്ക് ഇമേജ് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മുടെ ഐ എപ്പോഴും ഇമേജ് ചെയ്യുന്നത് ഓൺലി ആംപ്ലിറ്റ്യൂഡ് മാത്രമാണ്, ഒരു ഇന്റൻസിറ്റി മാത്രമാണ് നമ്മുടെ ഐ കിട്ടുന്നത്. ഇവിടെ കാണാൻ ഒരു ഓബ്ജക്റ്റ് ഇവിടെ ഉണ്ടെങ്കിൽ ആ ഓബ്ജക്റ്റിനെ നമ്മുടെ ഐ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഐ അതിന് ഒരു ഇൻവേഴ്സ്, ഒരു കോൺവെക്സ് ലെൻസ് ആണ് നമ്മുടെ ഐയിൽ ഉള്ളത്. അത് എങ്ങനെ ഇമേജ് ചെയ്യുന്നു എന്ന് കാണിച്ചിരിക്കുകയാണ്. ഇതിന് കൂടെ അഡീഷണൽ ആയിട്ട് നമുക്ക് പോളറൈസേഷൻ ഇൻഫർമേഷൻസ് വ്യൂ ചെയ്യാൻ പറ്റിയാൽ എങ്ങനെ ആയിരിക്കും നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള കേസുകൾ എക്സ്പ്ലോർ ചെയ്യുവാണ് നമ്മൾ ചെയ്യുന്ന ഒരു അതർ റിസർച്ച് ഡൊമൈൻ. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ക്യാൻ വി ഹാവ് എ പോളറൈസേഷൻ ഐ. സോ ഒരു റിസർച്ച് തോട്ടാണിത്. ഒരു പോളറൈസേഷൻ ഐ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, എന്തൊക്കെയാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതൊരു ഗ്ലിംസസ് ആണ്, നമ്മൾ എന്തൊക്കെ റിസർച്ചുകൾ ചെയ്യുന്നു എന്നുള്ളത് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ ഇത് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇത് വളരെ വെരി നിയർ 2020 we published a very high impact work in Optica journal. It have high impact factor. So we developed a diffraction holographic microscopy system. So ഈ സിസ്റ്റം വെച്ചിട്ട് നമുക്ക് കോംപ്ലക്സ് ഫീൽഡ് ഇമേജിംഗ്, റിയൽ ടൈം ഇമേജിംഗ്, ആൻഡ് വി ക്യാൻ അച്ചീവ് എ ഹൈ റെസൊല്യൂഷൻ. സോ ടെക്നിക് ക്യാൻ അപ്ലൈഡ് ഇൻ ബയോളജിക്കൽ മൈക്രോസ്കോപ്പി. സോ ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ സെക്കൻഡ് ഇയറിൽ ഞാൻ ഡെവലപ്പ് ചെയ്തൊരു ടെക്നിക്കാണിത്. സോ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി റിസർച്ച് ഫെസിലിറ്റീസ് ഉണ്ട്. സോ വി ക്യാൻ ഏബിൾ ടു എസ്റ്റാബ്ലിഷ് ലോട്ട് ഓഫ് ഐഡിയാസ്. സോ അവർ ഐഡിയാസ് ക്യാൻ ബി മെറ്റീരിയലൈസ്. നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയ നമുക്ക് മെറ്റീരിയലൈസ് ചെയ്യാനുള്ള റിസർച്ച് ഫണ്ടിങ് നമുക്ക് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ലോട്ട് ഓഫ് ഐഡിയാസിനെ മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റും ഇവിടെ. ഇപ്പൊ നമ്മൾ ഡെവലപ്പ് ചെയ്തൊരു വർക്കാണിത്. അതുപോലെ തന്നെ വെരി റീസെന്റ്, വളരെ
2020, I think this month we got another publication in biophotonics, journal of biophotonics. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു മാസ്റ്റർ സ്റ്റുഡൻറ്റ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണ് ഇത് വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നത്. അവൻ ഇവിടെ ഒരു ഇതെന്ന് വെച്ചാൽ മാസ്റ്റർ സ്റ്റുഡൻസ് 3 years ആണ് മാസ്റ്റേഴ്സ്. 3 years മാസ്റ്റേഴ്സിൽ അവർ 1 year തിയറിയും നെക്സ്റ്റ് 2 years they are focused on the research. സോ അവർക്ക് റിസർച്ചിനെ കുറിച്ച് കൂടുതൽ ഈ ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോ ഫാക്കൽറ്റീസിന് 1-2 സ്റ്റുഡൻസ് കാണും, റിസർച്ച് മാസ്റ്റർ സ്റ്റുഡൻസ്. അവർക്ക് ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യാനും മെറ്റീരിയലൈസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ കൂടുതൽ ഒരു എക്സ്പോഷർ അവർക്ക് കിട്ടും. അപ്പൊ അങ്ങനെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻറ്റും ഇവിടെ ഉള്ള പബ്ലിക്കേഷനാണിത്. ഇത് ഒരു മൈക്രോസ്കോപ്പി ടെക്നിക്കാണ്. സോ ഇതിനും നമുക്ക് മെഡിക്കൽ ഇമേജിങ്ങിന് വളരെയധികം ആപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ദിസ് മന്ത് ദ കവർ പേജ് ഇൻ ജേർണൽ ഓഫ് ബയോഫോട്ടോണിക്സ് ഓൾസോ അവർ പേപ്പർ, നമ്മളുടെ വർക്കിന്റെ കവർ പേജ് ആണ് അവരുടെ പബ്ലിക്കേഷന്റെ ഫസ്റ്റ് പേജിൽ വന്നിരിക്കുന്നത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് സീ ദ ജേർണൽ ഓഫ് ബയോഫോട്ടോണിക്സ് കറന്റ് ഇഷ്യൂ. സോ യു ക്യാൻ ഏബിൾ ടു സീ ദിസ്. So these are the domains which we are working. I just given some introduction because you people need to know what are the researches going on in the entire world. So we people are in a particular area of നമ്മൾ കേരളത്തിന്റെ ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ സ്റ്റഡീസ് കൊണ്ടുപോകണം. നമ്മൾ അതിന്റെ കൂടെ തന്നെ നമുക്കൊരു അവയർനെസ് വേണം, എന്തൊക്കെയാണ് ലോകത്ത് നടക്കുന്ന റിസർച്ചുകൾ, അവിടെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ എങ്ങനെ പോയാൽ ആ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള ഒരു ഐഡിയ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ അതിനൊക്കെ ഒരു ഗ്ലിംസസ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ജസ്റ്റ് ഫ്ലൈറ്റ്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തത്. സോ നിങ്ങൾക്ക് വി ക്യാൻ കോൺടാക്ട് ഫർദർ ഓൾസോ. സോ ഐ എം ഗോയിങ് അഹെഡ് വിത്ത് ദ തിങ്സ്. So maybe I will go. So these are initially the only little bit introduction about myself and the research lab, but research ഇമ്പോർട്ടൻസ് എങ്ങനെ നിങ്ങളിൽ എത്തിക്കാം, അത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ കരിയറിന് അത് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളൊരു ബേസിലാണ് ഞാൻ ഈ ടൈറ്റിലിനെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഞാൻ ഫർദർ when I will go to the deep in the slides, you can get more information about this. More information means only a brief introduction, some glimpses. So when you can go through a lot of other things, so you can check these are the things, the opportunities or applications in this area. So I think you may get some little bit information from my talk, and then future you can go ahead with a lot of other things. So you can see last 2 decades, maybe I feel from 2000 onwards, there is a boom in the mathematical modeling techniques. Why there is a boom or this much interest in mathematical modeling techniques means there is a big advancements in the computational techniques. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് BSc MSc ഒക്കെ ചെയ്യുന്ന സമയത്ത് 2001 2004 2006 ആ സമയമൊക്കെയാണ്. അപ്പൊ ആ സമയത്തൊക്കെ ഈ കമ്പ്യൂട്ടർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അത് അഡ്വാൻസ് ആയി വരുന്നേ ഉള്ളായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ട്, ഞങ്ങൾ C++ ലാംഗ്വേജ് ഒക്കെ നമുക്ക് പഠിക്കാൻ ലാബിൽ ഒരു കമ്പ്യൂട്ടറൊക്കെയാണ് ഉണ്ടായിരുന്നത്. അത് ഷെയർ ചെയ്താണ് ആൾക്കാർ കോഡൊക്കെ എഴുതാൻ വേണ്ടിയുള്ളായിരുന്നു. അപ്പൊ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു, എങ്ങനെയാണ് ഈ മോഡൽ ചെയ്യുന്നത്, ഈ കമ്പ്യൂട്ടർ വെച്ചിട്ട് കോഡ് എങ്ങനെ ചെയ്യും, ഈ കോഡ് എന്തിനാണ് ചെയ്യുന്നത്, നമുക്കൊരു ഭയങ്കര ഡൗട്ട്, ഭയങ്കര കൺസേൺ ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം എല്ലാവരും ഈ ഡിജിറ്റൽ ടെക്നോളജി വളരെ അഡ്വാൻസ്ഡ് ആയപ്പം വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇപ്പം സ്റ്റുഡൻസ്, സ്കൂളിലെ സ്റ്റുഡൻസ് വരെ കോഡിംഗ് ഒക്കെ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കോഡിങ്ങിനെ കുറിച്ച് അറിയാനും കോഡിങ് ചെയ്യാനും ഒക്കെ തുടങ്ങും. സോ ദാറ്റ് മച്ച് അഡ്വാൻസ് വാസ് ദെയർ ഇൻ കമ്പ്യൂട്ടേഷണൽ ടെക്നോളജീസ്. സോ ദാറ്റ് ഈസ് the importance of mathematical modeling. So how this mathematical modeling can influence the science and technology. That is why I put the title like this, how the mathematical modeling influence science and technology. So its significance, applications and opportunities. So maybe I think people are just following. So here I put a title, why mathematical modeling. There is a question like that, why mathematical modeling, or where we need mathematical modeling, or how the mathematical modeling. There are a lot of questions is coming.
So we want to analyze where we need mathematical modeling, why we need mathematical modeling, എന്തിനാണ് നമുക്ക് മാത്തമാറ്റിക്കൽ മോഡലിംഗ്, അല്ലെ എവിടെയാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ്, അല്ലെ ഇതിന് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ? സോ ഇത് ഞാൻ കുറച്ച് സിമ്പിളായി, വളരെ സിമ്പിളായിട്ട് കുറച്ച് പോയിന്റ്സിലൂടെ അതിനെ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞ് നിങ്ങൾക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുവാണ്. സോ വൈ മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അതിനെ ആലോചിക്കേണ്ടത്, നമ്മൾ അതിനെ സ്ക്രൂട്ടനൈസ് ചെയ്യുക, നമ്മൾ അതിനെ എങ്ങനെ ചിന്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് പറയാം, the fundamental and quantitative way to understand and analyze complex systems and phenomena. അതൊരു ഡെഫിനിഷൻ പോലെ തോന്നും. അത് വളരെ സിമ്പിൾ ആണത്. നമുക്ക് നമ്മുടെ റിയൽ വേൾഡിനെ നമുക്കൊരു കോംപ്ലക്സ് സിസ്റ്റം ആയിട്ട് പറയാം. അതിനകത്ത് കുറെ പ്രോസസ്സുകളെ, കുറെ പ്രോഗ്രാംസ്, കുറെ കാര്യങ്ങൾ നടക്കുവാണ് ഈ റിയൽ വേൾഡിൽ. നമ്മൾ എവറി ഡേ നമ്മൾ കാണുന്ന വേൾഡിൽ കുറെ ഫിനോമിനൻസ് നമുക്ക് പറയാം. ഈ ഫിനോമിനൻസിനെ ഫണ്ടമെന്റൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് വേയിൽ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്ന് പറയുന്നത്. സോ ഇത് മാത്തമാറ്റിക്കൽ മോഡലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഓൾവേസ് കോംപ്ലിമെന്റ് ടു തിയറി ആൻഡ് എക്സ്പെരിമെന്റ്. സോ സയൻസ് സ്റ്റുഡൻസ്, നിങ്ങളെല്ലാം സയൻസ് സ്റ്റുഡൻസ് ആണ്. സയൻസ് സ്റ്റുഡൻസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഐ തിങ്ക് നേരത്തെയൊക്കെ 8ാം ക്ലാസ് തൊട്ടാണ് നമ്മൾ സയൻസിന് ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ് തൊട്ട് 3-4 തേർഡ് സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് സയൻസിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് സ്റ്റുഡൻസിന് അവരുടെ സിലബസുകളിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അന്ന് തൊട്ട് ഈ സയൻസിനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങുവാണ്, സയൻസ് യൂസ് ചെയ്യുവാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ഓൾസോ ഐ ഇൻക്ലൂഡഡ് ഇൻ സയൻസ്. സോ മാത്തമാറ്റിക്സിനെ നമുക്ക് സയൻസിൽ നിന്ന് വേർതിരിച്ച് മാറ്റി നിർത്തുന്നുണ്ട്. മാത്സ് പ്ലസ് സയൻസ് മീൻസ് ദ ഫിസിക്കൽ സയൻസ്, ഇതെല്ലാം കൂടെ ചേർന്നാണ് സയൻസ് എന്ന് പറയുന്നത്. സോ എന്തെങ്കിലും ഒരു തിയറി, ഒരു ഫിനോമിനൻ അല്ലെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് ഒരു വർക്കിംഗ് തിയറി കാണും. അതിനെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി അതിനകത്ത് സം എക്സ്പീരിമെന്റ്സ് ഓർ വർക്കിംഗ് മോഡൽസ് ഓർ സംതിങ് ആണ്. സോ ഈ മാത്തമാറ്റിക്കൽ മോഡൽസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അത് തിയറിക്കും എക്സ്പെരിമെന്റിനും ഒരു കോംപ്ലിമെന്റ് ആയിട്ട് വർക്ക് ചെയ്യും. കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് മേ വർക്ക് ആസ് എ സപ്പോർട്ട് സിസ്റ്റം. So when I will come to the next slides, you may get a lot of other ideas. So another point I want to point out is applications in various domains of science and technology. So that is an important point because mathematical modeling എന്ന് പറഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പറയാം ഇപ്പോഴത്തെ ഒരു വേൾഡിൽ മാത്തമാറ്റിക്കൽ മോഡലിംഗ് അല്ലെ കമ്പ്യൂട്ടേഷണൽ മോഡലിംഗ് ഇല്ലാതെ നമുക്ക് എക്സിസ്റ്റൻസ് പോലും പോസിബിൾ അല്ല എന്നുള്ള രീതിയിലേക്കാണ് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ when I will go to the other slides, you may get more information. So here I include another slide. So here what we are talking is mathematical modeling. എങ്ങനെയാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് വർക്ക് ചെയ്യുന്നത്? മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സയൻസിനെ കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നേച്ചറിൽ ഇഷ്ടംപോലെ സയന്റിഫിക് ഫിനോമിനൻസ് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മൾ നേച്ചറിൽ കാണുന്ന എല്ലാം സയൻസ് ആണ്. സയൻസ് സ്റ്റുഡൻസിന്റെ എപ്പോഴും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടാലും അതിനെ സയന്റിഫിക് വേയിൽ തിങ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സയന്റിഫിക് വേയിൽ തിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് അത് വർക്ക് ചെയ്യുന്നത്, വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്, അത് നടക്കുന്നു എന്നല്ല, അത് എന്തുകൊണ്ട് നടക്കുന്നു, അത് എങ്ങനെയാണ് ആ പ്രോസസ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അതാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സയൻസിനെ നമുക്ക് പറയാം, നമ്മൾ പറയും കീറി മുറിക്കുക എന്ന് പറയാം, അതിനെ സ്ക്രൂട്ടനൈസ് ചെയ്ത് അതിനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സയൻസിനെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള 2 ടൂൾസ് ആണ് മാത്തമാറ്റിക്സും കമ്പ്യൂട്ടർ സയൻസും. സോ ഈ മാത്തമാറ്റിക്സ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും സയൻസിന് എക്സിസ്റ്റൻസ് ഇല്ല. സയൻസിന്റെ എന്ത് തിയറി എസ്റ്റാബ്ലിഷ് ചെയ്യണോ നമുക്ക് എന്ത് വേണം, മാത്തമാറ്റിക്സ് വേണം. അതിന്റെ കൂടെയാണ് ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ സയൻസിന്റെ അഡ്വാൻസസ് വന്നിരിക്കുന്നത്. സോ കാരണം കമ്പ്യൂട്ടേഷണൽ ടെക്നോളജിയിലുള്ള അഡ്വാൻസ്മെന്റ്സ് ഇപ്പൊ നമുക്ക് കാണാം, ഈ പ്രോസസ്സേഴ്സൊക്കെ വളരെ ഹൈ ഫാസ്റ്റിംഗ് പ്രോസസ്സേഴ്സ് എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു അൽഗോരിതം ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് അതിന്റെ റിസൾട്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള റിസൾട്ടുകൾ നമുക്ക് എങ്ങനെ സയൻസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പം മെയിൻ ആയിട്ട് ഈ ഐഡിയ ഇതാണ് വരുന്നത്, സയൻസിനെ എങ്ങനെ നമുക്ക് സ്റ്റഡി ചെയ്യാം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം, എന്തൊക്കെ വെച്ചിട്ട്, മാത്തമാറ്റിക്സും കമ്പ്യൂട്ടർ സയൻസും വെച്ചിട്ട്. ഇതിനാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ സിംപ്ലി എക്സ്പ്ലെയിൻ മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഇസ് only to understand the science using mathematics and computer science. So the mathematics and computer science acts as tools to establish science. So this is a simple meaning of mathematical modeling. So ഈ mathematical modeling നമുക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ നമുക്ക് അതിനകത്ത് okay next slide I just introduced the working of mathematical model or how the mathematical model works. So here I introduced the mathematical modeling. Before one slide I mentioned that mathematical modeling is always complements theory and experiments.
ബട്ട് ഇറ്റ് ഇസ് നോട്ട് റീപ്ലേസ്. സോ നമുക്ക് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഉണ്ടായതുകൊണ്ട് നമുക്ക് തിയറിയും എക്സ്പെരിമെന്റും മാറ്റി വെക്കാമെന്ന് പറ്റത്തില്ല. നമുക്ക് ഇത് മൂന്നുകൂടെ ഒരുമിച്ച് വേണം വർക്ക് ചെയ്യാൻ. സോ നിങ്ങളൊരു പുതിയൊരു റിസർച്ച് ഓറിയന്റഡ് കേസിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ, അവിടെ നമുക്ക് പുതിയൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം, അല്ലെ പുതിയൊരു അൽഗോരിതം ഡെവലപ്പ് ചെയ്യണം. അപ്പൊ അതിനെല്ലാം ഒരു തിയറി ഉണ്ട്, എന്തിനാണ് നമ്മളത് വർക്ക് ചെയ്യുന്നത്. ആ തിയറി വേണം, അതിനെ കണക്ട് ചെയ്തുകൊണ്ട് എക്സ്പെരിമെന്റ് വേണം. ഇതിനെ രണ്ടിനെ കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ നിങ്ങൾ മാത്തമാറ്റിക്സ് സ്റ്റുഡൻസിന് വളരെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒത്തിരി ഇക്വേഷൻസ് ന്യൂമറിക്കൽ അനാലിസിസ് ചെയ്യാറുണ്ട്. ഇക്വേഷൻസ് എടുക്കുന്നു, ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്നു, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, d/dx എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഇന്റഗ്രലിൽ വരുന്നു. ഇതിലെല്ലാം എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു, എവിടെയാണ് അതിന്റെ ഫിസിക്കലി മീനിങ് വരുന്നത്, അത് എങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ആ സമയമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളൊരു തിയറിയുമായിട്ട് മോഡലിങ്ങിനെ തിയറിയുമായിട്ട് കണക്ട് ചെയ്യുവാണ്. അതുപോലെ തന്നെ എക്സ്പെരിമെന്റ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? എക്സ്പെരിമെന്റ് ചെയ്യുന്നത് വാലിഡേറ്റ് ചെയ്യണം. നമ്മളിപ്പോ ഒരു തിയറി ഡെവലപ്പ് ചെയ്തു, കമ്പ്യൂട്ടേഷൻ നമ്മൾ ചെയ്ത് മോഡൽ ഉണ്ടാക്കി, മോഡലിൽ നമുക്ക് കുറച്ച് റിസൾട്ട്സ് കിട്ടി. ഈ റിസൾട്ട്സ് പക്ഷേ അതിനകത്ത് എറർ എത്രത്തോളം ഉണ്ട്, എറർ അനാലിസിസ് എന്ന് പറയുന്നത്, നമ്മൾ എറർ എത്രത്തോളം വരുന്നു, അത് നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും എക്സ്പെരിമെന്റിലൂടെയാണ്. സോ there are two sections, experiment and theory. So computation always support this experiment and theory. So it's always, mathematical modeling will always complements theory and experiment, but never replaces theory and experiment. So I want to focus there, that is only a supporting system, or we can say it will always enhance our research data or your industrial data, or datasine enhance ചെയ്യാനും അതിനെ വളരെ കൺവിൻസിംഗ് ആയിട്ട് പ്രസന്റ് ചെയ്യാനും നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, മാത്തമാറ്റിക്കൽ മോഡലിങ്ങിനെ. ഞാൻ അടുത്ത സ്ലൈഡുകളിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കേസുകൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ, ഞാൻ സ്പീഡിലല്ലല്ലോ പോകുന്നത്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? Okay. Then I will go to a little more details about the mathematical modeling. So here എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടാണ്. നിങ്ങൾ ഓൾറെഡി മാത്തമാറ്റിക്കൽ മോഡലിംഗ് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ അതിനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ ഒന്ന് പ്രോസസ് ചെയ്ത് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾ ചെയ്യുന്ന കുറെ വർക്കുകൾ, നിങ്ങളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നവരെ ഒരു മോഡലിംഗ് ആണ്. കാരണം നിങ്ങളിപ്പം ഡിഗ്രി ക്ലാസ്സുകൾ വെച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നു. ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് എന്തോ ഒരു എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇക്വേഷൻ ആണ് നിങ്ങൾ സോൾവ് ചെയ്യുന്നത്. നിങ്ങൾ പക്ഷെ പഠിക്കുന്നില്ലായിരിക്കും അത് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ പഠിക്കുന്നില്ല, അല്ല നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ നിങ്ങളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇന്റഗ്രൽ സിസ്റ്റം നിങ്ങൾ എടുക്കുന്നു. ഇവിടെ എല്ലാം നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളൊരു മോഡൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഞാനിവിടെ അതിനെ ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് ഫോർമാറ്റിലാക്കുന്നേ ഉള്ളൂ. നിങ്ങൾ അത് ഇനി നിങ്ങൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ച് കുറെ കൂടെ കൺവിൻസ് ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ അതിനെ, ആ പ്രോബ്ലത്തിനെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ അതിനെ ആലോചിക്കുകയാണ്. അതിനാണ് ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഡിഫൈൻ ക്വസ്റ്റ്യൻസ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു സയൻസ് സ്റ്റുഡൻസിന്റെ എപ്പോഴും ഒരു പ്രത്യേകമാണ്, യു ആസ്ക് ക്വസ്റ്റ്യൻസ് ടു യുവർ സെൽഫ്. നിങ്ങളോട് തന്നെ ക്വസ്റ്റ്യനുകൾ ചോദിക്കുക. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, എങ്ങനെയാണ് സംഭവിക്കുന്നത്, എവിടെയാണ് സംഭവിക്കുന്നത്, ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ എന്ത് വരും. അപ്പൊ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനകത്ത് ആൻസേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. That is the first one. Define questions of interest. Then identify variables and parameters. So you all know variables and parameters. എവിടെ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്ക് വേരിയബിൾസ് ഉണ്ട്. നമ്മൾ എക്സ് വൈ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന പോലെ നമുക്ക് വേരിയബിൾസിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറച്ച് പാരാമീറ്റേഴ്സ്,
ചില പാരാമീറ്റേഴ്സ്, ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ ഒരു വണ്ടി മൂവ് ചെയ്യുന്നു, ഇപ്പൊ നമ്മൾ അതിന് പഠിക്കുന്ന ക്വാണ്ടിറ്റീസ് ആണ് വെലോസിറ്റി, സ്പീഡ്, വെലോസിറ്റി, ഡിസ്റ്റൻസ്, ടൈം എന്ന് പറയുന്ന പാരാമീറ്റേഴ്സ്. അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി കുറെ വേരിയബിൾസ്. സോ ഇങ്ങനെയുള്ള വേരിയബിൾസിന് ഏതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും? ഇതാണ് ഫസ്റ്റ് തിങ്, ദാറ്റ് ഈസ് ഡിഫൈൻ ക്വസ്റ്റ്യൻസ് ഓഫ് ഇൻട്രസ്റ്റ്, ഐഡന്റിഫൈ വേരിയബിൾസ് ആൻഡ് പാരാമീറ്റേഴ്സ്. ദെൻ നെക്സ്റ്റ് സെക്ഷൻ ഈസ് ട്രാൻസ്ലേറ്റ് മീൻസ് ഈ പ്രോബ്ലത്തിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത പ്രോബ്ലത്തിന് നമ്മളൊരു മാത്തമാറ്റിക്സിലേക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മാത്തമാറ്റിക്സ് ഇൻവോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകിലുള്ള ഇക്വേഷൻസ് അല്ലെ എന്ത് ഇക്വേഷനുകളെ നിങ്ങൾക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഐഡന്റിഫൈ ഗവേണിംഗ് പ്രിൻസിപ്പിൾസ്, മേക്ക് സം അസംഷൻസ്, ദെൻ ഫോർമുലേറ്റ് ദ മാത്തമാറ്റിക്കൽ മോഡൽ. എന്നിട്ട് ആ മാത്തമാറ്റിക്കൽ മോഡലിനെ നമ്മൾ കണക്ട് ചെയ്യുക. അപ്പൊ ഒരു മോഡൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് അവിടെ തീരുന്നില്ല. ഈ ഒത്തിരി എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. സോ ദർ വിൽ ബി എ ലോട്ട് ഓഫ് എറേഴ്സ്. സോ ദർ നീഡ് ടു ബി ലോട്ട് ഓഫ് അനാലിസിസ്. സോ next part is analyze. So you select appropriate math tools. So there are nowadays lot of math tools are available, and also lot of coding, including MATLAB, or you can do it in the C language also, C++ language also, and Mathematica. There are lot of tools are available. You can select tools, and tools il namak endu cheyam, nammal പ്രോബ്ലത്തിനെ ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അതിനകത്തുള്ള പാരാമീറ്റേഴ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അതിനകത്ത് ഒരു സൊല്യൂഷൻ കിട്ടും. ബട്ട് ആ സൊല്യൂഷൻ നമുക്ക് അറിയില്ല. You can interrupt if you anyone want to ask anything, you can interrupt anytime. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കും ചോദിക്കാം. സോ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സോ നമുക്ക് ഒരു സൊല്യൂഷൻ വാലിഡേറ്റ് ചെയ്യണം. സോ അത്രയും പോർഷനാണ് അനലൈസ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വരുന്നത്. And last session, that is the important session. So interpret. നമ്മൾ റിസർച്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കുറെ കണ്ടിട്ടുള്ള ഒരു കേസാണ് സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഇപ്പം സ്റ്റുഡൻസ് അല്ലെങ്കിൽ PhD സ്റ്റുഡൻസ് ഇവരൊക്കെ വരുന്ന സമയത്ത് lot of works, they will do lot of works, but finally they will get some results, but they are unable to interpret the result. So this part is the crucial part in all. If you are in the master's time, your bachelor's time, every time when you are doing a small experiment, ഐ തിങ്ക് നിങ്ങളൊക്കെ സബിലൊക്കെ ഫിസിക്സ് ഒക്കെ പഠിച്ചപ്പോഴൊക്കെ നിങ്ങൾ എക്സ്പെരിമെന്റ്സ് ചെയ്യും. ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ റിസൾട്ടിനെ ഇന്റർപ്രറ്റ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഗ്രാവിറ്റി, എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാം നിങ്ങളുടെ +2 സയൻസ് പഠിച്ച സമയത്തൊക്കെ നിങ്ങൾ ഗ്രാവിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്. 9.8 എന്ന് പറയുന്ന കേസ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ എക്സാക്ട് 9.8 കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ടീച്ചേഴ്സ് ഒക്കെ പറയും ഇത് നിങ്ങൾക്ക് എക്സാക്ട് 9.8 കിട്ടിയോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കാരണം അവിടെയുള്ള ഈ എറർ അനാലിസിസ്, ലോട്ട് ഓഫ് സർക്കംസ്റ്റൻസസ്, അതെല്ലാം നിങ്ങൾ ഇതിനകത്ത് അഫക്ട് ചെയ്ത് വരുന്നത്. അപ്പം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ റിസൾട്ടിനെ എക്സാക്ട് ആയിട്ട് അത് ശരിയാണോ അല്ലെ അതിനകത്ത് ന്യൂ നോവൽറ്റി എന്താണ്, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അതിനാണ് ഇന്റർപ്രറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് സെഷൻ ഈസ് കമ്മ്യൂണിക്കേറ്റ് ദിസ് റിസൾട്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ന്യൂ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ആ ഐഡിയയെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് യു ആർ പബ്ലിഷിംഗ് ഇൻ peer reviewed journals. That means your work is you are giving to a wide audience, then they will audit it. So peer review publications, our reviewers, they will analyze, they will check your data, not data, your ideas, then its novelty. Then if it gets published, it will be so these are the main things. So just I want to focus there, how a mathematical modeling help for a research idea or an industrial idea or any idea, how much it is giving an additional advantage to the research students or industrial people. So industry also I will connect in the coming slides. Maybe I thought that you may get a little bit idea about the mathematical modeling. So I can able to give. So now I will give some. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഞാനൊരു വളരെ റെസ്ട്രിക്റ്റഡ് ടൈം, നമുക്കുള്ള ഒരു 45 to 50 മിനിറ്റ്സിൽ ഇതിനെ എങ്ങനെ വളരെ ചുരുക്കി നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങളെക്കുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യാന്നുള്ളൊരു കേസിലാണ് ഞാൻ സ്ലൈഡ്സിനെ അങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ നമ്മളിപ്പം മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്താണ്, മാത്തമാറ്റിക്കൽ മോഡലിംഗ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഈ കേസുകൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഈ മാത്തമാറ്റിക്കൽ മോഡലിംഗ് ചെയ്താൽ എവിടെയൊക്കെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഹൗ ഐ വിൽ അപ്ലൈ ദിസ്, or what are the opportunities I have in this domain. So ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെ എപ്പോഴും ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും.
പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്റ്റുഡൻസ് ടൈമിൽ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യനുകളാണ്. നമ്മൾ എന്തിനാണ് ഈ ടോപ്പിക്കുകളൊക്കെ പഠിക്കുന്നത്, അല്ലെ ഇത് പഠിച്ചാൽ എവിടെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും, അതോ ഞാൻ വെറുതെ എല്ലാവരും പഠിക്കുന്നു ഞാനും പഠിക്കുന്നു എന്നൊരു കൺസെപ്റ്റിൽ നമ്മൾ ഇതിനെ പഠിച്ചു പോവാണോ എന്നുള്ളൊരു ഒരിക്കലും ഹോണ്ടിങ് എപ്പോഴും ഉണ്ടായിരിക്കും നമുക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ 2-3 സ്ലൈഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്യാന്ന്. ഇത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സ്ലൈഡ്സ് വളരെ കുറച്ച് നമ്പറേ ഉള്ളൂ ആപ്ലിക്കേഷൻസ്, ബട്ട് ഇത്രയൊന്നും അല്ല, ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിനെ വളരെ ഒന്ന് പ്രിസൈസ് ആയിട്ട് ഒന്ന് ബ്രീഫ് ആക്കി എടുത്ത് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഗ്ലിംസ് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നത്. സോ ഐ ഗിവൺ എ പോയിന്റ് ലൈക്ക് ഹിയർ ഓൾസോ. Mathematical modeling emerged as a powerful, indispensable tool for studying variety of problems in scientific and research, product and process development and manufacturing. So here I given some important points: scientific research, product and process development and manufacturing. So here itself its application is there. The mathematical modeling വളരെയധികം ആപ്ലിക്കേഷൻ ഉണ്ട് സയന്റിഫിക് റിസർച്ചിൽ. സോ നമ്മൾ ഈ റിസർച്ച്, സയന്റിഫിക് റിസർച്ച് എന്ന് പറയുമ്പോൾ ഇന്നത്തെ റിസർച്ച് ആണ് നാളത്തെ പ്രോഡക്റ്റ്. സോ എപ്പോഴും നമ്മൾ റിസർച്ചിനെ അതൊരു സെപ്പറേറ്റ് പോർഷൻ ആണെന്ന് ഒരിക്കലും വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് എന്തിനാണ് റിസർച്ച് ചെയ്യുന്നത്? റിസർച്ച് ചെയ്യുന്നത് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് നമ്മളെ എങ്ങനെ ഹ്യൂമൻ ലൈഫിനെ മോർ കംഫർട്ടബിൾ ആക്കുന്നത് എങ്ങനെയാണ്, അതിനുവേണ്ടിയാണ് റിസർച്ച് എപ്പോഴും വരുന്നത്. അപ്പം സയന്റിഫിക് റിസർച്ചിലുണ്ട്. അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇറ്റ്സ് കെയിം ടു ഇൻഡസ്ട്രി. ഒരു പ്രോഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ് പ്രോസസ് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഒരു പുതിയ പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സ് വേണം. ആ പ്രോസസ്സ് നമുക്ക് എങ്ങനെ മോഡൽ ചെയ്തെടുക്കാം, അപ്പോൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആകും ആ പ്രോസസ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ. ദെൻ മാനുഫാക്ചറിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കറിയാം നമ്മളിപ്പോ ഈ മൊബൈൽ ടെക്നോളജീസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജീസ് ഡേ ബൈ ഡേ ഇറ്റ്സ് ചേഞ്ചിങ്. നിങ്ങൾക്ക് ഐഫോണിന്റെ കേസുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എവറി ഇയർ ഇൻ സെപ്റ്റംബർ ദേ ആർ റിലീസിങ് എ ന്യൂ ഐഫോൺ. സോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എവറി ഇയർ എന്താണ് അവർ ഈ ന്യൂ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ? ന്യൂ പ്രോസസ് വെച്ചാൽ ആ കംപ്ലീറ്റ് ഇയർ അവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം അതിന്റെ തൊട്ട് മുമ്പത്തെ വേർഷനകത്ത് എന്തൊക്കെയാണ് ഡ്രോബാക്സ്, എന്തൊക്കെ പ്രശ്നങ്ങൾ അതിനുണ്ട്, അത് വെച്ച് അവർ മോഡൽ ചെയ്യും. അതിനെ മോഡൽ ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ ഡ്രോബാക്സിനെ അവർ എന്ത് ചെയ്യും, കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെയാണ് ഓരോ വർഷവും ഇതിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അവിടെയൊക്കെയാണ് ഈ മാത്തമാറ്റിക്കൽ മോഡലിംഗിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതേപോലെ തന്നെ അവിടെ നമ്മുടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണ് വരുന്നത്. ജോബ് ഓപ്പർച്യൂണിറ്റി കാരണം ഇവിടെ എല്ലാം മാത്തമാറ്റിക്കൽ സ്റ്റുഡൻസ് അല്ലെ ഫിസിക്സ് സ്റ്റുഡൻസ് അല്ലെ സയൻസ് സ്റ്റുഡൻസിന് ആവശ്യമുണ്ട്. കാരണം ഇതിനെല്ലാം വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, മോഡലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ TV അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറയും. അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നതിന്റെ റീസൺ എന്താണ്? അതിന്റെ തൊട്ട് മുമ്പത്തെ വേർഷന് എന്തെങ്കിലും ചിലപ്പം ബാറ്ററി ചാർജിങ്ങിന് എന്തെങ്കിലും അൽഗോരിതം അവർ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലൈൻസ് കാണും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കംപ്ലൈൻസ് വരും. അവരത് സോൾവ് ചെയ്തിട്ട് ടൂൾസ് ഉപയോഗിച്ച്, മാത്തമാറ്റിക്കൽ മോഡൽസ് ഉപയോഗിച്ച് സോൾവ് ചെയ്തിട്ട് അവർ അപ്ഗ്രേഡ് ചെയ്യാൻ പറയണം. സോ അപ്ഗ്രേഡിംഗ് പ്രോസസ്. So just I want to inform or just want to give an introduction that which are the wide areas of applications of mathematical modeling. സോ ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ കുറച്ച് ആപ്ലിക്കേഷൻ ഡൊമൈൻസിനെ പറഞ്ഞിട്ടുണ്ട്. സെയ്സ്മോളജി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഐലൻഡ് ഏരിയാസ് അങ്ങനെയുള്ള സെയ്സ്മിക് വേവ്സിനെയൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി സോ അവർ അതിനെ മോഡൽ ചെയ്തെടുക്കാറുണ്ട്. മോഡൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്ന പവറിൽ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ സുനാമിയെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. സുനാമിയൊക്കെ വന്ന സമയത്ത് നമുക്ക് അന്ന് ഡിറ്റക്ഷൻ സ്കീംസ് വളരെ കുറവായിരുന്നു, മോഡലിംഗ് കേസസ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് എത്ര ഹൈറ്റിൽ വരും, എത്രത്തോളം ഇത് വരും എന്ന് മോഡൽ ചെയ്തെടുക്കാൻ പാടായിരുന്നു. പക്ഷേ ഇപ്പൊ നമ്മുടെ ടെക്നോളജി വളരെയധികം ഇമ്പ്രൂവ് ആയി, നമുക്ക് ഈസി ആയിട്ട് അതിനെ അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. So I may go a little fast in this application domain. Then climate modeling വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെതർ അനാലിസിസ് ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഹുറിക്കെയിൻ, ഈ ചുഴലിക്കാറ്റൊക്കെ വന്ന് അറബിക്കടലിന്റെ അവിടെ വന്നു തിരിഞ്ഞു വന്നു, ന്യൂനമർദ്ദം ഉണ്ടായി, അത് ഇപ്പുറത്ത് അതിന്റെ പവർ ഇത്രയും വന്നില്ല, പിന്നെ ന്യൂസിൽ അപ്ഡേറ്റ്സ് വരുന്നു, അത് കേരള തീരത്ത് തൊടാതെ ഇപ്പുറത്തൂടെ പോയി. അപ്പൊ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ മോഡൽ ചെയ്തെടുക്കുവാണ് അവർ. മോഡൽ ചെയ്തെടുത്ത് ഇന്നടുത്തൊരു ന്യൂനമർദ്ദം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇന്ന റൂട്ടിൽ വരും, അത് മോഡലിംഗ് ആണ്. എന്നിട്ട് അത് എവിടെ അത് അഫക്ട് ചെയ്യും, അതെല്ലാം മോഡലിംഗിലൂടെ നമ്മൾ കണ്ടുപിടിക്കെടുക്കുകയാണ്. അതുപോലെ തന്നെ സ്പേസ് ക്രാഫ്റ്റ് ടെക്നോളജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പേസ് ക്രാഫ്റ്റ് ടെക്നോളജി കാരണം ഇപ്പൊ ടൂറിസം ഇപ്പൊ സ്പേസിലേക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം അവിടെ വളരെ മോഡൽ ചെയ്തിട്ടാണ് ആദ്യം നമ്മൾ അവിടെ ചെന്നിറങ്ങിയാൽ എന്ത് ചെയ്യണം, അല്ലെ സ്പേസിൽ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, അല്ലെ ഇതിന്റെ സ്പീഡ് എത്ര വേണം, ഇതെല്ലാം മോഡലിംഗ് ആണ്. ആൻഡ് ഓൾസോ എക്കണോമിക്സ്. I'm going step by step, not I'm going to describe each.
അടുത്ത ഏരിയാസ് എക്കണോമിക്സ് മീൻസ് യു ക്യാൻ സി ദ സ്റ്റോക്ക് മാർക്കറ്റ്. ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം വളരെ യങ് ജനറേഷൻ പീപ്പിള്, പുതിയ ജനറേഷനിലുള്ള കുട്ടികൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ അവർ സ്റ്റോക്സ് മാർക്കറ്റിനെയൊക്കെ അനലൈസ് ചെയ്യുന്നവരാണ്. സോ നിങ്ങൾക്കൊക്കെ അതിനെക്കുറിച്ച് നല്ല ഐഡിയ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദെൻ മെറ്റീരിയൽ റിസർച്ച്, ഡ്രഗ് ഡിസൈൻ, പുതിയ ഡ്രഗുകൾ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ഡിഫറെന്റ് ഏരിയാസ് ഓഫ് മാനുഫാക്ചറിങ്. Then everywhere in the medicine field is very significant of mathematical modeling concepts. Then biology basically biomedical and biology cases. Then environment, study about the environmental features, study about the nature. ഇങ്ങനെയുള്ള എല്ലാ ഏരിയകളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ്. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. സോ ഇത് ആപ്ലിക്കേഷനുകളെ തന്നെ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് കുറച്ച് പോയിന്റ്സുകൾ നോട്ട് ചെയ്തിരിക്കുന്നത് ആപ്ലിക്കേഷൻ തന്നെയാണ്. സോ നമുക്ക് ഫസ്റ്റ് പോയിന്റ് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ കൊറോണ വൈറസിനെ വന്നു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇത് ചെയ്ത് അതിന്റെ വാക്സിനേഷൻ, എപ്പം വാക്സിൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്. അപ്പം നിങ്ങൾ കേട്ട് കാണും IIT മദ്രാസിൽ നിന്ന് അല്ലെ IIT ഖരഗ്പൂരിൽ നിന്നൊക്കെയുള്ള സയന്റിസ്റ്റുകൾ ഇതിനെ മോഡൽ ചെയ്തിട്ട് ഇന്ന സമയത്ത് ഇത് കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട്, ഇന്ന സമയത്ത് കുറവാകാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ കുറിച്ച് കുറെ സ്റ്റഡികൾ അവരൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ മോഡലിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ സ്പേസ് അഡ്വഞ്ചർ, ഓൾറെഡി ഞാൻ പറഞ്ഞു, സ്പേസ് അഡ്വഞ്ചർ എല്ലാം നടക്കുന്നത് ഇപ്പം മാത്തമാറ്റിക്കൽ മോഡലിംഗ് വെച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ ഇവന്റ്സുകളൊക്കെ പ്ലാൻ ചെയ്യുന്നത്, അതിന്റെ ട്രാഫിക് കൺട്രോളിങ്സ്, ഇങ്ങനെയുള്ള എല്ലാം ചെയ്യുന്നത് മോഡലിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ന്യൂട്രീഷൻ, ഡയറ്റ് പ്ലാനിങ്സ്, അതിന്റെ എത്ര കാലറീസ് നമ്മൾ ഡയറ്റിൽ നമുക്ക് വേണം, അത് എത്ര നമ്മുടെ BP കൺട്രോൾ ചെയ്യണോ, ഷുഗർ കൺട്രോൾ ചെയ്യണോ, അപ്പൊ എങ്ങനെ ഡയറ്റ് നമ്മൾ പ്ലാൻ ചെയ്യണം, ഇതെല്ലാം മോഡൽ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഡയറ്റീഷ്യൻസ്മാർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സെർച്ച് ആൻഡ് റെസ്ക്യൂല് മോഡലിംഗ് ഉപയോഗിക്കുന്നുണ്ട്, ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗിന് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു സ്റ്റോക്ക് മാർക്കറ്റ് ചലഞ്ചസ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതിന്റെ കേസുകളെല്ലാം നമ്മൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അൽഗോരിതംസ്, സിസ്റ്റംസ് ആൻഡ് ക്രിക്കറ്റ് കളിയിലാണ് ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന്റെ അൾട്രാ എഡ്ജ് എന്ന് പറയുന്ന ഈ പ്രോസസ്സുകളൊക്കെ ഓരോന്ന് ചെയ്യുന്നത്, അതിനെല്ലാം മോഡൽ ചെയ്തിട്ട് എടുത്തിട്ടാണ് അവർ ഈ പ്രോസസ്സുകളെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓൾറെഡി ഐഫോണിന്റെ കേസ്, ഫോണിന്റെ മൊബൈൽ കേസുകൾ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ ട്രാവലിംഗ് കേസസുകൾ, ഈ ഫ്ലൈറ്റുകൾ പ്ലാൻ ചെയ്യുന്നത്, നിങ്ങൾക്കറിയാം ഓൾമോസ്റ്റ് ഫ്ലൈറ്റ്സ് ഇങ്ങനെ നമ്മളിപ്പോ ഇരിക്കുന്ന സമയത്ത് തന്നെ എത്രയോ ഫ്ലൈറ്റുകൾ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഫ്രീക്വൻസി സെറ്റ് ചെയ്യുന്നത്, ഇതിന്റെയൊക്കെ റൂട്ട് സെറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം മോഡലിംഗ് ബേസ് ചെയ്തുകൊണ്ടാണ്. പിന്നെ സ്പീഡ് ക്യാമറ ഇൻവെസ്റ്റിഗേഷൻ. സോ ഇതെല്ലാം ഞാൻ കുറച്ച് പോയിന്റ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ, കാരണം ഇതിലെല്ലാം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഇൻക്ലൂഡ് ചെയ്ത പോയിന്റ്സ് ആണ്. സോ ഞാനൊരു സ്ലൈഡ്, ഒരു മാത്തമാറ്റിക്കൽ മോഡലിംഗ്, ഞങ്ങളുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാത്തമാറ്റിക്കൽ മോഡലിംഗ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെ പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, നമ്മുടെ ടൈമിന്റെ ഒരു ലിമിറ്റേഷൻ കൊണ്ട് ഞാൻ അതിന് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പക്ഷെ ഞാനൊരു സിമ്പിൾ ആയിട്ടൊരു കൺസെപ്റ്റ് പറയാം, എങ്ങനെയാണ് ഒരു മാത്തമാറ്റിക്കൽ മോഡലിംഗ്, ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ മോഡലിംഗ് എങ്ങനെയാണെന്ന്. സോ നിങ്ങൾ ഇവിടെ ഫസ്റ്റ് ഒരു CD കണ്ടു. ഈ CD ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഉള്ളൊരു നമ്മൾ കാണുന്ന ഒരു പാറ്റേൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഒരു ലൈറ്റ്, ടൈം ലിമിറ്റിന്റെ ഒരു ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്, അത് 50 വരെ 5 മിനിറ്റ് മാക്സിമം. 5 to 8 മിനിറ്റിനകത്ത് ഫസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, സോ ഡിഫ്രാക്ഷൻ കട്ടായി പോയാലും ഞാൻ ഒരു ലിങ്കും കൂടെ അയക്കാമേ. ഓക്കെ. സോ ഇതിനകത്ത് ഒരു ഡിഫ്രാക്ഷൻ, ഒരു ലൈറ്റ് വന്ന് നമ്മളെ സൺലൈറ്റ് മേഘങ്ങളിൽ ഇടിച്ചു വരുന്ന ഒരു പാറ്റേൺ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഓപ്പണിങ്ങിലേക്ക് വെള്ളം വന്ന് വരുമ്പം ഈ വെള്ളം ഇങ്ങനെ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റും, നിങ്ങൾ പണ്ടൊക്കെ, നിങ്ങളല്ല നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ ഈ കുളത്തിലൊക്കെ ഈ കല്ലെടുത്ത് ഇങ്ങനെ എറിയുമ്പം വേവ്സ് ഇങ്ങനെ ഉണ്ടാകും, നമ്മൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ചുറ്റിപ്പോകുന്നത്. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് മോഡൽ ചെയ്യാന്നുള്ളൊരു കേസാണ്. ഞാൻ സിമ്പിൾ ആയിട്ട് നമ്മൾ സ്റ്റുഡൻസിന്, നമ്മൾ ക്ലാസ്സുകളൊക്കെ എടുക്കാറുള്ളപ്പോൾ നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടി ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണിത്. സോ അതിനെ ഞങ്ങൾ മോഡൽ ചെയ്തതാണ്. ആ മോഡൽ ചെയ്ത ഒരു കാര്യമാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്, സിംഗിൾ സ്ലിറ്റ്. ഇത് ഡിഫ്രാക്ഷൻ ഫിനോമിന എന്ന് പറയും. ഈ ഡിഫ്രാക്ഷൻ ഫിനോമിന എന്താണ്, ഞാൻ അതിനെ ചുമ്മാ വെറുതെ ഒന്ന് അതിനെ ഇത് എന്ന് പറയാം. ഹൗ ഡിഫ്രാക്ഷൻ ഓക്കേഴ്സ്, അത് വേവ് നേച്ചർ ആണ്, അതിന്റെ പ്രോസസ്സാണിത്. അപ്പൊ കുറെ സയന്റിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷനിലൂടെയാണ് നമ്മൾ ഇതിനെ പഠിച്ചെടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു
നിങ്ങൾ നേച്ചറിൽ കാണുന്ന ഫിനോമിനൻസ്, എന്ത് ഫിനോമിനൻസ് നിങ്ങൾ ഉണ്ടെങ്കിലും അതിനെ നമുക്ക് ഫിസിക്സ് അല്ലെങ്കിൽ അതിനെ സയൻസ് വിത്ത് മാത്തമാറ്റിക്സ് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റഡി ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിച്ച, നിങ്ങൾ മാത്തമാറ്റിക്കൽ സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു ഹൗ ദ മാത്തമാറ്റിക്സ് ഓഫ് ദാറ്റ് കൺസെപ്റ്റ്, ഞാൻ കാണിച്ച പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ മാത്തമാറ്റിക്കലി ആണെന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിന്റെ സ്ലൈഡ്സ് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വെറുതെ നിങ്ങൾക്ക് അത് പിന്നെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അതൊക്കെ നോക്കാം. അപ്പൊ അത് ഞാൻ പറഞ്ഞു, എനിക്ക് അതിനകത്ത് ഒരു പോയിന്റ് നിങ്ങളെ പറഞ്ഞു വരുത്താനുള്ള ഒരു പോയിന്റ് ഇതേ ഉള്ളൂ. ആ ഒരു പ്രോസസ്, ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത്, ആ പ്രോസസ്സിനെ നിങ്ങൾ മാത്തമാറ്റിക്കലി ട്രീറ്റ് ചെയ്യുവാണ്. ആ പ്രോസസ് നിങ്ങൾ മാത്തമാറ്റിക്കലി ട്രീറ്റ് ചെയ്യുമ്പോൾ അത് എക്സാക്ട്ലി ഒരു ഫുരിയർ ട്രാൻസ്ഫോം എഫക്റ്റ്. നിങ്ങളെല്ലാം ഫുരിയർ സീരീസ് പഠിച്ചിട്ടുണ്ട്. ആ ഫുരിയർ സീരീസ് നിങ്ങൾ എന്തിനു പഠിച്ചിട്ടുണ്ട്, എവിടെ അത് യൂസ് ചെയ്യുന്നൊക്കെ നിങ്ങൾക്ക് ഒത്തിരിയും കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ഞങ്ങൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇമേജിംഗ് ഹോളോഗ്രാഫി, ഞങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് ഫുരിയർ സീരീസ്, ഫുരിയർ ട്രാൻസ്ഫോംസ്. ആ ഫുരിയർ ട്രാൻസ്ഫോം ആണ് ഈ കൺസെപ്റ്റ്, ഞാൻ ഡെവലപ്പ് ചെയ്ത ഈ കൺസെപ്റ്റിനകത്തും കംപ്ലീറ്റ് വർക്കിംഗ് ഫുരിയർ ട്രാൻസ്ഫോം ആണ്. അതിൽ ഞങ്ങൾ ചെയ്തിരിക്കുന്ന മോഡലിന്റെ കുറച്ച് റിസൾട്ട്സ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. If you people are interested, I can share the slides and later also we can discuss more on these points. So then one of the important point I want to discuss here is the maybe you people are also interested in this part. What are the career opportunities in this area? കരിയർ ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും നമ്മുടെ സ്റ്റുഡന്റ് ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ എന്തിനാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്, വൈ വി ആർ സ്റ്റഡിങ് ദിസ് വൺ, ഡു വി ഗെറ്റ് എ ജോബ് ഇൻ ദിസ് വൺ, സോ ക്യാൻ വി ഏബിൾ ടു കണ്ടിന്യൂ വിത്ത് അവർ സ്റ്റഡീസ് once you do bachelors, then you are doing masters, then you are doing interested people are going for research, then you are doing postdocs, then you may be postdoc somewhere, you need to struggle a lot. So what are the other career opportunities along with this research domain? So I just want to some indications about this one. So the important career opportunities for mathematics science students, not exactly science students, here I focused mainly to the mathematical students, and also physics students can also do all these kind of jobs. So ഈ ലാസ്റ്റ് ഡെക്കേഡ്, ഈ കഴിഞ്ഞ 2010 തൊട്ട് ഉള്ള സമയത്താണ് ഈ അറൌണ്ട് ദ വേൾഡ് ഈ കമ്പ്യൂട്ടേഷണൽ ടെക്നിക്സിന്റെ ഡെവലപ്മെന്റോട് കൂടി മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് സ്റ്റുഡൻസ്, ഫിസിക്സ്, മാത്തമാറ്റിക്സ് അങ്ങനെയുള്ള സ്റ്റുഡൻസിന് കുറെ ഓപ്പർച്യൂണിറ്റീസ് അറൌണ്ട് ദ വേൾഡ് കൂടിയിട്ടുണ്ട് കമ്പയർഡ് ടു ലാസ്റ്റ് ടൈംസ്. അതിന് എപ്പോഴും ആലോചിക്കരുത്, ഈ കമ്പ്യൂട്ടേഷണൽ ടെക്നിക്സ് ചെയ്യുന്നത് എപ്പോഴും കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് ആണെന്ന് മാത്രം നമ്മൾ ഒരിക്കലും ആലോചിക്കും. കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് ദി സിസ്റ്റം. അവരും ഉണ്ട് ഈ കമ്പ്യൂട്ടേഷൻസ് ചെയ്യാൻ അല്ലെങ്കിൽ കോഡിങ് ചെയ്യാൻ എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിന്റെ കൂടെ തന്നെ സയൻസ് സ്റ്റുഡൻസ്, കാരണം ബേസിക് റിസർച്ച് ചെയ്യുന്ന ബേസിക് സയൻസ് സ്റ്റുഡൻസും അതിന്റെ വളരെ സപ്പോർട്ടിംഗ് ആയിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ എല്ലാ കമ്പനികളും ചൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് യു ക്യാൻ സി IIT-കളിൽ നിന്നൊക്കെ മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻസിനെ വളരെ വലിയ ഹൈ സാലറിയിലാണ് ഈ IBM സോഫ്റ്റ്വെയർ ചെയ്യുന്നത്. കാരണം അത് ഓൺലി കമ്പ്യൂട്ടർ സയൻസ്